ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് അസ്പരാഗസ്. ഞാൻ ന്യൂസിലൻഡിൽ വന്നിട്ട് കാണാൻ തുടങ്ങിയ ഒരു വെജിറ്റബിളാണ്. അപ്പം അസ്പരാഗസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ലോ കാർബോഹൈഡ്രേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനെങ്കിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫൈബർ റിച്ച് ആണ്, ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറേ വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണെന്നാണ് ChatGPT എനിക്ക് പറഞ്ഞു തന്നത്. ഞാനിത് പല വീട്ടിൽ നിന്നും കഴിച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ. പ്രത്യേകിച്ച് ഗ്രില്ല് ചെയ്യുമ്പം ബാർബിക്യൂ ഗ്രില്ലിങ്ങിൻ്റെയൊക്കെ സമയത്ത് ഇത് യൂസ് ചെയ്യാറുണ്ട് ഒരു വെജിറ്റബിളായിട്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് മെഴുക്കുവരട്ടി വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. ChatGPTയോട് ചോദിച്ചപ്പോൾ ഇത് പല രീതിയിൽ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിനധികം കുക്കിംഗ് ടൈം വേണ്ട. ഇതിങ്ങനെ വടി പോലെ ഇരിക്കുമെങ്കിലും സംഭവം നല്ല ടെൻഡറാണ്, അങ്ങനെ അധികം കട്ടിയില്ല ഇതിന്. അപ്പം ഇത് മെയിൻലി നമുക്കൊരു പാനിലിട്ട് ബട്ടറിൻ്റെ അകത്തോ എണ്ണയ്ക്കകത്തോട്ടോ ഇട്ടാണ് ഇത് സാധാരണ ആൾക്കാർ ഇത് ചെയ്തെടുക്കുന്നത്. പാൻ്റെ അകത്തിട്ട് ചെയ്യാം, എന്നിട്ട് സീസണിങ് ചെയ്താൽ മതി, ഗാർലിക്കും പെപ്പറും ഒക്കെ വെച്ചിട്ട്. മൈക്രോവേവ് അവൻ്റെ അകത്ത് ഉണ്ടാക്കാം, എയർ ഫ്രയറിൽ ഉണ്ടാക്കാം. പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചും ഇത് ടെൻഡറാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പെപ്പറും ഗാർലിക്കും ഒക്കെ ഇട്ടാൽ മതി. അപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതൊരു ലോങ് ടൈം വെജിറ്റബിൾ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ഇതിപ്പം നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ പറ്റില്ല, ഒരു 3 years ഒക്കെ എടുക്കും. പിന്നെ 10 to 15 years ഒക്കെ ഇത് നിൽക്കും. അങ്ങനെയാണ്. നെറ്റിൽ നോക്കിയാൽ ഇത് എങ്ങനെയാണ് വളരുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ പിക്ചർ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ നോക്കി, ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, കാരണം ഞാനിതങ്ങനെ കണ്ടിട്ടില്ല നേരിട്ട്. അപ്പം ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നടുന്നത് ഈ ഒരു പാർട്ട് തന്നെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിമുളച്ച് വരുവാണ് ചെയ്യുന്നത്. അപ്പം ഇത് കുക്ക് ചെയ്യാം.